മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിൽ മരിച്ച വേണുവിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു. കൊല്ലത്ത് ഭാര്യ സിന്ധുവുമായി സംസാരിക്കുകയാണ്. ഇതെല്ലാം ഇവർ വാക്കാൽ പറഞ്ഞു, അതുകൊണ്ട് ഇവർക്ക് നിഷേധിക്കാം. കാരണം ഇതെല്ലാം ഞാൻ 100% കേട്ടു, ഞാൻ 100% സത്യസന്ധതയോട് പറയുക. കാരണം എനിക്ക് നഷ്ടപ്പെട്ടത്. അന്നേരം എന്നിട്ട് തിങ്കളാഴ്ച വന്ന ആ ഡോക്ടർ അഭിഷേക് ഡോക്ടർ പറഞ്ഞ അച്ഛൻ വിഷമിക്കേണ്ട, ബുധനാഴ്ച ആൻജിയോഗ്രാം എടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ടും രാത്രിയിൽ വന്ന് ചെക്ക് ചെയ്തു. ചൊവ്വാഴ്ച വരുന്നു. ചൊവ്വാഴ്ചയും വന്ന് നോക്കിയിട്ട് അച്ഛ നാളെ ആൻജിയോഗ്രാം എടുക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നു. എന്നിട്ടും ആ രാത്രിയിൽ 9 മണി സന്ധ്യ ആയപ്പോഴത്തേക്ക് ആൻജിയോഗ്രാമിൻ്റെ ലിസ്റ്റ് വായിക്കുന്നു. ഇവരുടെ പേരില്ല. കൂടെയുണ്ട്. നിങ്ങളുമായി ദിലീപ് ദേവസ്യ. ദിലീപ് ഇപ്പോൾ രമേശ് ചെന്നിത്തല വേണുവിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഭാര്യ സിന്ധുവിൽ നിന്നും കാര്യങ്ങൾ കേട്ടറിയുന്നു. പ്രതിപക്ഷ ഈ വിഷയം വളരെ ഗൗരവത്തിൽ തന്നെ എടുക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. വിശദാംശങ്ങൾ തീർച്ചയായിട്ടും സ്മൃതി, പ്രതിപക്ഷം വളരെ ഗൗരവത്തോടു കൂടെ തന്നെയാണ് ഈ വിഷയം ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുന്നത്. കാരണം അടിയന്തര സർജറിക്ക് വേണ്ടി കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചതായിരുന്നു വേണുവിനെ. അവിടെ സർജറി ചെയ്യണം, ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർമാർ നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഈ തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. പക്ഷേ 5 ദിവസം അവിടെ കൃത്യമായ അല്ലെങ്കിൽ കാര്യമായ ചികിത്സ ഒന്നും തന്നെ ലഭിച്ചിരുന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളടക്കം ഈ ഭാര്യ സിന്ധു ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവായ രമേശ് ചെന്നിത്തലയോടും ഒപ്പം RSPയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണിനോടും കാര്യങ്ങൾ തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഭർത്താവ് വേണു ഇത്തരത്തിലുള്ള സന്ദേശം ഇടാനുണ്ടായ കാരണങ്ങളടക്കം ഇപ്പോൾ ഈ ഭാര്യ പങ്കുവെക്കുന്നു. കാരണം ആശുപത്രിയിൽ തനിക്ക് അല്ലെങ്കിൽ ഭർത്താവിന് കൃത്യമായ ചികിത്സ ലഭ്യമായിട്ടില്ല, അവിടുത്തെ ജീവനക്കാർ പെരുമാറിയത്, ആ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ തനിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ, അതാണ് അല്പം മുമ്പ് പറഞ്ഞത്, തനിക്ക് എന്തെങ്കിലും ആപത്ത് അത് അദ്ദേഹം മുൻകൂട്ടി കണ്ടിരുന്നു, ഇങ്ങനെയാണ് ചികിത്സ എങ്കിൽ തൻ്റെ ജീവൻ അത് ആപത്തായിരിക്കുമെന്ന് അദ്ദേഹം നേരത്തെ തന്നെ കണ്ടിരുന്നു എന്നുള്ള കാര്യങ്ങളടക്കം ഭാര്യ രമേശ് ചെന്നിത്തലയോട് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു സന്ദേശം സുഹൃത്തിന് അയച്ചത്. അതിനുശേഷം തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് സുഹൃത്തിന് സന്ദേശം അയക്കുകയും ചെയ്തു. ഇപ്പോൾ രമേശ് ചെന്നിത്തല അവിടെ നിന്നുണ്ടായ അനുഭവങ്ങൾ എന്തായിരുന്നു എന്ന് പറയുമ്പോഴാണ് മരുന്നുകൾ പോലും കൃത്യമായി ലഭിച്ചിരുന്നില്ല, ജീവനക്കാർ വളരെ മോശമായിട്ടാണ് പെരുമാറിയത് എന്നുള്ള കാര്യങ്ങളടക്കം ഭാര്യ സിന്ധു പറയുകയും ചെയ്തിട്ടുണ്ട്. സിന്ധു ഇവിടുത്തെ ചവറയിലൊരു അൺഎയ്ഡഡ് സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ടീച്ചർ കൂടിയാണ്. വ്യക്തമായ കാര്യങ്ങൾ അതിൻ്റെ ഗൗരവത്തോടു കൂടെ തന്നെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു സിസ്റ്റത്തിൻ്റെ തകരാറാണ്, സിസ്റ്റം തകർന്നതാണ്, ഈ മരണത്തിൻ്റെ അവസാന തീരെയാണ് വേണുവെന്നടക്കം പ്രതിപക്ഷം പറയുമ്പോൾ പ്രതിപക്ഷം ഇതിനെ വലിയ തോതിലുള്ള സമരമായിട്ടാണ് എടുത്ത് ഇന്നലെ ദേശീയപാത അടക്കം ഉപരോധിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അടക്കം എത്തിയിരുന്നു. 5 ദിവസം മുൻപ് അടിയന്തരമായിട്ട് സർജറി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വേണുവിനെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തത്. പക്ഷേ അവിടെ ഒരു തരത്തിലുള്ള ചികിത്സയും തൻ്റെ ഭർത്താവ് ദിലീപ് ദേവസ്യാണ് വേണുവിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളും നൽകുന്ന രമേശ് ചെന്നിത്തല ഇപ്പോൾ ആ കുടുംബത്തെ കണ്ട് സാന്ത്വനിപ്പിക്കുന്ന കാഴ്ചയാണ്.